ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ബാക്കി വന്ന പൊട്ടും ഇത്തിരി തേങ്ങയും മിക്സിയിൽ കറക്കി വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല കിടിലം ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. വൈകുന്നേരത്തെ ചായക്കടിക്കോ അല്ലെങ്കിൽ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ബാക്കി വന്ന പുട്ടും തേങ്ങയും കൊണ്ടുള്ള ഈ ഒരു കിടിലെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 3-4 കഷ്ണം പുട്ടെടുത്ത് വെച്ചാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. രാവിലത്തെ ബാക്കിയുള്ള പുട്ട് കൊണ്ടിട്ട് ഞാൻ വൈകുന്നേരം നല്ലൊരു ചായക്കടി ഉണ്ടാക്കിയെടുക്കുന്നത്. മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തും പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ മക്കൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. ഇനി ഇതുപോലെ നിങ്ങട്ട് ഞാൻ ഉടച്ച് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങയ്ക്ക് അളവൊന്നുമില്ല കേട്ടോ. എത്ര വേണമെങ്കിലും തേങ്ങ എടുക്കുക, അത്രയും നല്ല ടേസ്റ്റാണ്. ഏകദേശം ഒരു 4-5 സ്പൂണ് തേങ്ങ ഉണ്ടാവുക. അതും കൂടി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് എടുത്ത് വെച്ചിരുന്നു. ഇനി ഞാനിതാ മധുരത്തിന് ആവശ്യമായ ഒരു ശർക്കര ഏകദേശം ഒരു 3 എണ്ണം ഉണ്ടാവും കേട്ടോ. ശർക്കര നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പഞ്ചസാര നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം, ഇതിലേക്ക് ഇടാൻ പറ്റും. ഇനി ഞങ്ങളുടെ പൊട്ടിച്ചതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഏകദേശം ഒരു 1/2 ഗ്ലാസ് ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ലായനി ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നങ്ങോട്ട് തിളപ്പിച്ചിട്ട് എടുക്കുകയാണ്. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ തിളപ്പിച്ചിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കേട്ടോ ഈ ഒരു പൊട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിന് മുന്നായിട്ട് ഇതിലേക്ക് ഒരു തവി ഗോതമ്പപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു തവി മൈദ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാറാൻ മാറ്റി വെച്ചിഞ്ഞല്ലോ ശർക്കരയുടെ ലായനി, അത് ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നങ്ങോട്ട് 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഈ ഒരു പുട്ടിങ്ങനെ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 10 മിനിറ്റോടെ നമുക്കിത് കുതിർന്ന് കിട്ടുക. നന്നായിട്ട് ഇളക്കുക. വെള്ളം പോരായി ഉണ്ടെന്ന് തോന്നിയാൽ കുറച്ചും കൂടി പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ 10 മിനിറ്റിന് ശേഷം കണ്ടില്ലേ ഈ ഒരു പുട്ടൊക്കെ നന്നായിട്ട് കുതിർന്നാണ്. ഇനി ഞാനിതാ മിക്സിൻ്റെ ജാർ എടുക്കാൻ പോവാണ്. അതിലേക്ക് ഈ ഒരു പുട്ട് ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വെറും 5-6 മിനിറ്റ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ലാണോ. അങ്ങനെ പുട്ട് ഫുള്ളിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ ഒരു തവി ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളം പോരായിണ്ടെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ലേ, നല്ല കട്ടിയിൽ തന്നെ ഈ മാവ് നമുക്ക് അരച്ചെടുക്കണേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിഞ്ഞല്ലോ തേങ്ങ, ഈ ഒരു സമയത്താട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു അങ്ങോട്ട് കറക്കിയെടുത്താൽ മതി. ഇടയിലൊക്കെ നമുക്ക് ആ ഒരു തേങ്ങൻ്റെ ആ ഒരു രസങ്ങളെ കടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കറക്കാൻ പറഞ്ഞത്. അങ്ങനെ ഇതുപോലെ കറക്കിയെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. ഈ ജാറ് കൈ കൊണ്ട് നന്നായിട്ടിട്ട് പഠിച്ചിട്ട് ഇതും കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഞാൻ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് കേട്ടോ, മധുരം ഒന്നങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് 2-3 മിനിറ്റ് നേരം ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് കൂടി ചേരുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ നിങ്ങൾക്ക് കട്ടിയില്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറുത്ത എള്ള് അല്ലെങ്കിൽ കരിഞ്ചീരകം ഏതായാലും മതി കേട്ടോ, ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. വെളുത്തുള്ളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക, അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ മാവ് കണ്ടില്ലേ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. കുറച്ച് ഓയിൽ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മാവ് കുറേശ്ശെ ഇങ്ങനെ എല്ലാ കുഴിയിലേക്കും ഇങ്ങനെ കോരിയിട്ട് കൊടുക്കുക കേട്ടോ. ഒരു സമയത്ത്
ചൂടൊന്ന് കുറക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളൊക്കെ വേവാതെ നമ്മളെ ഈ ഒരു റെസിപ്പി കിട്ടുക. അപ്പം പറഞ്ഞ സമയത്തൊന്ന് കൂട്ടി കൊടുക്കുക, പിന്നെ നമ്മൾ കുറച്ച് കൊടുക്കണേ. അങ്ങനെ ഓരോ കുഴിയിലേക്കും ഞാനിതാ ഓരോ സ്പൂണ് വീതം അങ്ങനെ കുറേശ്ശെ മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. വൈകുന്നേരത്ത് നല്ലൊരു ചായക്കടിയാണ്. ഇനി മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു റെസിപ്പി ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതുപോലെ അങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കണ്ടില്ലേ, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ മറിച്ച് എണ്ണ പോരായി ഉണ്ടെന്ന് തോന്നിയാൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് മറിച്ചിട്ടതിന് ശേഷം കുറച്ചും കൂടി എണ്ണ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തേ. ഒരുപാട് എണ്ണ ഉണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ, കുറച്ച് എണ്ണ കൊണ്ട് തന്നെ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങോട്ട് ഈ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിയെന്ന് കണ്ട ആ ഒരു സമയത്താട്ടോ മറിച്ചിടേണ്ടത്. എന്നിട്ട് മൂടി വെച്ച് 2-3 മിനിറ്റിൻ്റെ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ കിടിലം ഈ ഒരു ഉണ്ണിയപ്പം പോലത്തെ ഒരപ്പാണ് കേട്ടോ റെഡി ആയിനെ. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. രാവിലത്തെ ബാക്കിയുള്ള പുട്ടൊക്കെ വൈകുന്നേരം നമ്മൾ വേണ്ടാന്നൊക്കെ തോന്നുമല്ലോ, പക്ഷേ ഇതുപോലത്തെ റെസിപ്പി ഉണ്ടാക്കി കുട്ടിയൊക്കെ കൊടുത്തു വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇഷ്ടത്തോടെ കഴിക്കുകയെ. അങ്ങനെ അടുത്ത പ്രാവശ്യം ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓരോന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ചൊരു ഗോൾഡൻ കളർ ആകണവരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ തന്നെ നമുക്ക് കിട്ടേ. ഓരോന്നിങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഒരു റെസിപ്പി റെഡിയാണ്. വെറും 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടായി കണ്ട് നോക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത